ഈ ഒരു കാഴ്ചകളൊക്കെ നമ്മൾ കാണാതെ നമ്മൾ വീട്ടിലിരുന്നിട്ട് എന്ത് ചെയ്യാനാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൊടുക്കുമ്പോൾ നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. എൻ്റെ പുറകിൽ ക്ലബ് ബെഡ് കേട്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. എന്തായാലും സമയം 4 മണിയായിട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ എണീറ്റ് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു 3-3:30 ആയപ്പോൾ തന്നെ എണീറ്റ് പോയി ഫ്രഷൊക്കെ ആയി റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ബാക്കിയുള്ളവർ ഇങ്ങനെ എണീറ്റൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ. 4 മണിയുള്ളൊരു അവസ്ഥയാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ ഫ്രണ്ടിലെ വ്യൂ ഒന്നും നമുക്ക് കാണാറായിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ കൊളുക്കുമല പോവുക, അവിടുന്ന് അടിപൊളി ഒരു സൺറൈസ് കാണാൻ പറ്റണേ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്ലൗഡ് ബെഡും കാര്യങ്ങളൊക്കെ കാണാൻ കേട്ടോ. അവിടുന്ന് എന്നിട്ട് നമ്മൾ നേരെ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് തിരിക്കും. അപ്പോൾ പിന്നെ നമുക്കിനി അടുത്ത് എന്താണെന്നുള്ളത് പ്ലാൻ ചെയ്യണം. കാരണം വേറെ ഒന്നും മനസ്സിലില്ല. അപ്പോൾ വട്ടവട പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ നോക്കാം ഗൈസ്, വന്നിട്ട് ഇവിടെ ചെക്കൗട്ട് ചെയ്തതിന് ശേഷം വേണം നമുക്ക് തീരുമാനിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയാവട്ടെ. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ 5 ജീപ്പാണ് വന്നിട്ടുള്ളത്. മുകളിലൊരെണ്ണം കിടപ്പുണ്ട്, താഴെ 2 എണ്ണം, ഇവിടെ ഒരു 2 എണ്ണം. അപ്പോൾ ടോട്ടൽ അങ്ങനെ 5 ജീപ്പാണ് നമുക്ക് പോകാനായിട്ടുള്ളത് കേട്ടോ കൊളുക്കുമല. 6 പേരടങ്ങുന്ന ജീപ്പിൽ ഏകദേശം 40 മിനിറ്റ് ഓഫ് റോഡ് യാത്ര നടത്തിയാലാണ് കൊളുക്കുമലയിലേക്ക് എത്താൻ സാധിക്കുക. രാവിലെ തണുപ്പത്തുള്ള ഓഫ് റോഡ് യാത്ര ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. ഫൈനലി നമ്മൾ ഒരുപാട് സ്ട്രഗിളിന് ശേഷം നമ്മളിതാ ഒരു പോയിന്റിലെത്തിയിരിക്കുകയാണ്, എൻ പോയിന്റിലെത്തിയിരിക്കുകയാണ്. സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് നല്ല ഓഫ് റോഡാണ്. അപ്പോൾ നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക. അതായത് മൊബൈല്, പിന്നെ ക്യാമറ ഉണ്ടെങ്കിൽ ക്യാമറ, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്നുകിൽ എവിടെയെങ്കിലും പോവും, അല്ലെങ്കിൽ അത് പൊട്ടും. പിന്നെ നമ്മുടെ ശരീരം, അത് നമ്മൾ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്. കാരണം വരുന്ന സമയത്ത് അവിടെ ഇടിയിട്ടും ഇവിടെ ഇടിയിട്ടും അങ്ങനത്തെ ഒരു ഓഫ് റോഡാണ്. അപ്പോൾ വരുമ്പോഴത്തേക്ക് അവർ കുറച്ച് സ്പീഡിലും കൂടിയാണ് വരുന്നത്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, അപ്പോൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. എന്തായാലും ഒരു 30-40 മിനിറ്റ്സ് യാത്രയുണ്ട് നമ്മൾ അവിടുത്തെ ക്യാമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫൈനലി നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ വണ്ടിയുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ 5:30 ആണ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 6:45 വരെ നമുക്ക് സമയമുണ്ട് കേട്ടോ. അപ്പോൾ 6:45 ആവുന്ന സമയത്തൊക്കെ ഇങ്ങോട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ തൽക്കാലം ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഇപ്പോൾ ഒരു ചായ, ഇവിടെ ചായ കിട്ടും കേട്ടോ വരുമ്പോൾ തന്നെ. അപ്പോൾ ചായ കുടിച്ചിട്ട് നേരെ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകാം. ഇവിടുന്ന് ഒരു 300 മീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് ക്ലൗഡ് ബെഡൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ. നല്ല ഇഞ്ചി ഇട്ട ചായയായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഈ ഒരു ചായ ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് അത്യാവശ്യം നല്ലൊരു റിഫ്രഷിങ് ആവും. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം ഗൈസ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അങ്ങനെ ക്ലൗഡ് ബെഡ് കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ കഴിയുമ്പോഴേ, ഇവിടെ നിന്ന് ഒരു 300 മീറ്ററേ ഉള്ളൂ, കുറച്ചുകൂടെ കഴിയുമ്പോഴേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ കംപ്ലീറ്റ് ഇരുട്ടാണ്. നമ്മൾ കൂടെ വന്ന പയ്യന്മാരെല്ലാം ഫ്രണ്ടിൽ പോകുന്നുണ്ട് കേട്ടോ. ഒരു കുറ്റിയുണ്ട്. ശരിക്കും ഇതൊരു വേറിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. രാവിലെ നമുക്ക് ചെറിയൊരു ഓഫ് റോഡ് ട്രക്കൊക്കെ ചെയ്ത് കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും നമ്മൾ ചെന്നെത്തുന്നത് നല്ലൊരു സ്ഥലത്താണ്. ഇതിപ്പോൾ വരുമ്പോൾ തന്നെ നമുക്ക്
സൈഡിൽ നിന്നൊരു നൈസായിട്ടൊരു വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ നോക്കുമ്പോഴേ അടിപൊളിയാ. അപ്പോൾ എന്തായാലും മുന്നോട്ടേക്ക് പോകാം കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു ഹൈറ്റിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. ആഹാ, ഇവിടെ നോക്കുമ്പോൾ തന്നെ കിടിലൻ വ്യൂ ആണ്. മുകളിലേക്ക് വരുമ്പോഴത്തേക്കും തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ട്. മോനെ ഇവിടെ വ്യൂ നോക്കിക്കും, രക്ഷയില്ല കേട്ടോ. ശരിക്കും നമ്മൾ എത്ര സ്ട്രഗിൾ ചെയ്ത് ഇവിടെ വന്നാലും നമുക്ക് വേർത്തായിട്ട് തോന്നും കേട്ടോ. നമ്മളതേ അങ്ങനെ അവസാനം നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഗൈസ്. ഗൈസ്, ഇപ്പോൾ ഈ കാണുന്നൊരു പോയിൻ്റാണ് സൺറൈസ് പോയിൻ്റ് കേട്ടോ. അതുപോലെ ക്ലൗഡ് ബെഡ് നമുക്ക് ഇപ്പോഴേ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. ഈ സൈഡിൽ ക്ലൗഡ് ബെഡ്, ഈ സൈഡിൽ ഇങ്ങനെ സണ്ണിങ്ങനെ ഉദിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. രാവിലെ തന്നെ ഒരുപാട് പേര് ഇവിടെ എത്തിയിരിക്കുകയാണ് നമ്മൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒറ്റ കാര്യം കൂടെ പറയാനുള്ളത്, റിസ്ക് പിടിച്ച സ്ഥലമാണ്. നമ്മൾ വന്ന് നിൽക്കുമ്പോഴൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് വേണം നിൽക്കാനായിട്ട്. വീഡിയോ ഒക്കെ എടുക്കുമ്പോഴൊക്കെ സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട്. താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ പോയി ഗൈസ്, പിന്നെ ഒന്നും കിട്ടത്തില്ല, പൊടി പോലും കിട്ടത്തില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് കുറച്ച് താഴോട്ട് ഇറങ്ങിയിട്ട് ഒന്ന് നോക്കിയിട്ട് മുകളിലേക്ക് ഇറങ്ങാം കേട്ടോ. ഇറങ്ങുമ്പോൾ വളരെ സൂക്ഷിച്ചിറങ്ങണം. രണ്ട് സൈഡിലും കൊക്കയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് നല്ലൊരു വ്യൂ കിട്ടും. നല്ല മല കാണാൻ പറ്റും, ടീ പ്ലാന്റേഷൻസ് കാണാൻ പറ്റും. പിന്നെ നമ്മൾ വന്ന വഴി ദേ താഴെയാണ് നമ്മൾ വന്ന വഴി. അവിടെ നിന്ന് വണ്ടിയൊക്കെ കയറി വരുന്നത് കാണാൻ പറ്റും കേട്ടോ. സൺറൈസിൻ്റെ ഒരു ടൈമാണ്. കുറച്ചും കൂടെ താഴോട്ട് പോകാം. റിവ്യൂ അങ്ങനെയാണ്. ഇതാണ് നമ്മുടെ ഫേമസ് ആ ഒരു റോക്ക് ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഏറ്റവും അറ്റത്താണ്, ഏറ്റവും താഴെയാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ നമ്മൾ കാണാതെ നമ്മൾ വീട്ടിലിരുന്നിട്ട് എന്ത് ചെയ്യാനാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുളുക്കുമല നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. എൻ്റെ പുറകിൽ ക്ലൗഡ് ബെഡ് കേട്ടോ. ഗൈസ്, അപ്പോൾ ക്ലൗഡ് ബെഡ് ആ ഒരു പോർഷനിലാണ് ക്ലൗഡ് ബെഡ് ഉള്ളത് കേട്ടോ. ഇങ്ങോട്ടേക്ക് ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് ഈ ഒരു പോർഷനിലൊക്കെ കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു.
സമുദ്രനിരപ്പിൽ നിന്നും 8000 അടിയോളം ഉയരത്തിലായാണ് കൊളുക്കുമല സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ തേയിലത്തോട്ടങ്ങൾ ഇവിടെയാണുള്ളത്. 75 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു തേയില ഫാക്ടറിയും കൊളുക്കുമലയിൽ നിലനിൽക്കുന്നുണ്ട്. കൊളുക്കുമലയിലേക്ക് റോഡ് മാർഗമുള്ള പ്രവേശനം കേരളത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഈ അത്ഭുതം കാണാൻ നിരവധി പേരാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കിട്ടിലും സൺറൈസ് അതുപോലെ ക്ലൗഡ് ബെഡ് എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ക്യാമ്പിൽ നിന്ന് മാത്രമല്ല കേട്ടോ, അല്ലാതെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് ക്യാമ്പിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. വലിയ തണുപ്പും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ പറയാം ഗൈസ്, നിങ്ങൾ ലൈഫിൽ ഒരു തവണയെങ്കിലും വന്നിരിക്കേണ്ട ഒരു സ്ഥലങ്ങളിലൊന്നാണ് നമ്മുടെ കൊളുക്കുമല എന്ന് പറയുന്നത്. കാരണം വരുന്നൊരു ജേർണി എന്ന് പറഞ്ഞാൽ ആ ഒരു ഓഫ് റോഡിങ് ഒക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. പക്ഷേ നിങ്ങൾ വന്ന് ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞുണ്ടല്ലോ, അത് വെർത്താണെന്ന് നിങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ എപ്പോഴും കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ലൊക്കേഷനിൽ നമ്മൾ എത്തിച്ചെല്ലുന്ന സമയത്ത് നമുക്ക് അതിൻ്റെതായ ഒരു ഫീലിങ്സ് നമ്മൾ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സൺറൈസ് ഒക്കെ കണ്ട് ക്ലബ് ബെഡൊക്കെ കണ്ട് നല്ല രസമായിരുന്നു കേട്ടോ. നമ്മൾ റിട്ടേൺ പോവാണ്. ജീപ്പ് വെയിറ്റിംഗ് ആണ്. ഒരു 6:50 ഒക്കെ ആകുമ്പോൾ ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എൻ്റെ ബാക്ക് പോയിക്കേ. ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകാനേ തോന്നത്തില്ല. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് കേസ്. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. ഇപ്പോൾ സണ്ണ് കംപ്ലീറ്റ് ആയിട്ട് റൈസ് ചെയ്ത് കഴിഞ്ഞു. പതിയെ ആൾക്കാരെല്ലാം പോയി തുടങ്ങി. ജീപ്പ് എടുക്കുന്ന ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാം. ഇപ്പോൾ നമ്മൾ റിട്ടേൺ പോകുന്ന സമയത്ത് കുറേ ആൾക്കാർ കയറി പോവാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ടൈം ഒരുപാടായെങ്കിലും ഞാൻ പറയുന്നത് ഇപ്പോൾ വന്നു കഴിഞ്ഞാലും വെറുത്താണ് കഴിച്ച്. കാരണം നമ്മൾ രാവിലെ എത്തി എല്ലാം ബേബി ഉണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത, ഓരോ സ്ഥലത്തും ഓരോ വ്യൂ ആണ്. നമുക്ക് അവിടെ പോയി നിന്ന് നമുക്ക് അടിപൊളി ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഒറ്റ സ്പോട്ടല്ല ഗൈസ്, നമുക്ക് പല സ്ഥലങ്ങളുണ്ട്. ആ ജാഗോറോക്കിൻ്റെ അവിടെ താഴെ ഒരുപാട് നമുക്ക് നടക്കാൻ പറ്റും. അതുപോലെ വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് സ്പോട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് സമയപരിമിതി ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് വന്നിട്ട് ജീപ്പ് അവിടെ വെയിറ്റിംഗ് ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഞാൻ തിരിച്ചു പോകണം, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് പതിയെ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ജീപ്പ് വരെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. അടിപൊളിയായിട്ട് കണ്ട് പയ്യെ റിട്ടേൺ പോവാം. അപ്പോൾ എന്തായാലും കൊളുക്കുമലയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഞാനിപ്പോൾ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി ചെല്ലുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, എന്നിട്ട് ചെക്കൗട്ടാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. ശരിക്കും അവിടുന്ന് പോകാൻ മനസ്സ് വരുന്നില്ലായിരുന്നു. കുറച്ച് സമയം കൂടി ചിലവഴിക്കാനും വീഡിയോ എടുക്കാനും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സമയപരിമിതി മൂലം ഇറങ്ങേണ്ടി വന്നു. ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കയറ്റത്തിനേക്കാളും കഠിനമായിരുന്നു ഇറക്കം. എന്തായാലും കൊളുക്കുമലയോട് യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങുകയാണ്. എൻ്റെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.